അയ്യോ അയ്യോ ഊരാൻ പറ്റുന്നില്ല. അവിടെ इस हैंड से इधर होल्ड करो, इस हैंड से इधर होल्ड करो. यही है. ये निकालो फिर. തിരിച്ചട്. അച്ഛേ ഇങ്ങോട്ട് അവിടെ നിക്ക്. എവിടെ വരുന്നത്? വേണ്ട. बातें करो बच्चे से. നമ്മൾ കാശ്മീർ പോയതിൽ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് സോൻമാർഗ്. സോൻമാർഗിലേക്ക് പോകുന്ന ഒരു യാത്രയ്ക്കിടയിലാണ് നമ്മളിതാ കാറ് നമ്മൾ ടാക്സിയൊക്കെ തലേദിവസം പോയി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ശ്രീനഗറിൽ നിന്ന് സോൻമാർഗിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയാണ് നമുക്ക് സിന്ധു നദി കാണാൻ സാധിക്കുന്നത്. അവിടെ വരെ നമുക്ക് സിന്ധു നദി കാണാം. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ കാറിനകത്ത് ഇരുന്നിട്ട് സോൻമാർഗിലേക്ക് പോകുന്ന ആ വഴി എന്തൊരു മനോഹരമാണ്. കാരണം നമുക്ക് വേറെ ഒരു സ്ഥലത്തും ഇത്രയും ഭംഗി ഞാൻ കണ്ടിട്ടില്ല. ഈ വഴിയെ തന്നെയാണ് നമ്മൾ ലേയിലേക്കും കാർഗിലിലേക്കും ഒക്കെ പോകുന്നത്. അത്രയും മനോഹരമായ വഴിയാണ്. റോഡൊക്കെ നല്ല രീതിയിൽ പുതിയ റോഡാണ് കേട്ടോ. അപ്പോൾ സോൻമാർഗ് ടണലിനകത്തേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ സോൻമാർഗ് ടണൽ 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത്രയും നീണ്ട ടണലാണ്. ഈ ടണൽ നമ്മൾ വിൻ്ററിലൊക്കെ വരുമ്പോൾ ഈ ടണലിൻ്റെ അവസാനം നമുക്ക് ഭയങ്കര രസമായിരിക്കും. ഫുൾ മഞ്ഞ് മൂടിയ മലകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയ പാടുകൾ നിറച്ച് പോണികൾ കണ്ടു. ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തൊന്ന് വിലപേശി നല്ല രീതിയിൽ വിലപേശി പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് പക്ഷേ സൺഡേ ആയതുകൊണ്ട് 1500 രൂപയ്ക്കാണ് കിട്ടിയത്. നിങ്ങൾ സൺഡേ വരാതിരിക്കുക. ഷെബീസിന് ഭയങ്കര ടെൻഷൻ കേട്ടോ. എടാ സൂക്ഷിച്ച് പറഞ്ഞു കാരണം എടാ ഈ സാധനത്തിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്, വീഴാൻ പോകണമെന്ന് നീ പറയണം കേട്ടാ. അത് നിർത്താൻ പറയണം. ഓക്കെ. അങ്ങനെ എനിക്ക് അധികം ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കുതിരയിൽ കയറുന്നത്, പോണിയുടെ മുകളിൽ കയറുന്നത്. അങ്ങനെ സർവ്വധൈര്യം സംഭവിച്ച് എന്നെ ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പോണിയിൽ കയറി. കുഞ്ഞു ഷെബീസിൻ്റെ കൂടെയാണ് നമ്മളെല്ലാവരും. നല്ല രീതി പക്ഷേ തുടക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നിറച്ച് കല്ലൊക്കെ ഉള്ള വഴിയായിരുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾ വരും. ഹെൽപ്പ് ചെയ്യാം മാഡം, 1500 രൂപ തന്നാൽ മതി, പിന്നെ നിങ്ങൾക്ക് റീൽസ് എടുത്ത് തരാം, 500 രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് വരും. അതൊന്നും വേണ്ട, നിങ്ങളെ പോണി ഓടിക്കുന്ന നിങ്ങളുടെ കൂടെ വരുന്ന ആളുണ്ടല്ലോ, അയാൾ തന്നെ നിങ്ങൾക്ക് റീൽസൊക്കെ എടുത്ത് തന്നോളും. പോയിന്റ് കാ നാം സൂയിസൈഡ് പോയിന്റ് ആണ് ഇത്. ഇതാ കണ്ടോ എൻ്റെ അമ്മ, ഇതാണ് സിന്ധു നദി ഒഴുകുന്നു. നമ്മുടെ ടണൽ ദേ പോകുന്നു. ഇത് इस नदी कहाँ जाते हैं? ये आगे जाके झेलम से मिलती है. झेलम से जाके फिर चिनाब में फिर जाती है पाकिस्तान. ओके. അപ്പോൾ ഈ സോൻമാർഗ് പോണി റൈഡിൽ നമുക്ക് 3 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റാണ് ഈ സൂയിസൈഡ് പോയിന്റ്. അടുത്തൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ അടുത്ത പോയിന്റാണ് ഈ താജ്വാസ് ഗ്ലേസിയർ. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോയിന്റുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് പോണിയുടെ റൈഡിൻ്റെ പൈസ കൂടി വരും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു ഭംഗിയുണ്ടല്ലോ, ഈ ഒരു ഭംഗി, ഇത്രയും ഭംഗി വേറെ നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇനിയും ഇതുപോലെ പോകണമെന്നുണ്ട്. നിങ്ങളും ഒരിക്കലും മറക്കത്തില്ല. അത്രമാത്രം ഭംഗിയാണ്. എവിടെ ഏത് ആംഗിളിൽ വീഡിയോ എടുത്താലും ഭംഗിയായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ കുതിരയ്ക്ക് നന്നായിട്ട് ദാഹിച്ചു കേട്ടോ. അങ്ങനെ കുതിര ഇടയ്ക്കൊക്കെ സ്ഥലം ഇത് റൂട്ടൊക്കെ മാറിപ്പോവും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ അവസാനം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പോണീനെ ഓടിക്കാൻ നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ വലത് ഭാഗം പിടിച്ചാൽ ഇത് വലത്തോട്ട് പോകും, ഇടത് ഭാഗം പിടിച്ചാൽ ഇടത്തോട്ട് പോകും. അങ്ങനെയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ സൂപ്പറായിട്ട് പോണീനെയൊക്കെ ഓടിച്ചു കേട്ടോ. ഇത് പുള്ളിക്കാരൻ എടുത്തുന്ന ഷോട്ടാണ്. അങ്ങനെ പല ഷോട്ട് നമുക്ക് നല്ല റീൽസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പോണിയിലെ ആൾ തന്നെ എടുത്തു തരും കേട്ടോ. അങ്ങനെ നമ്മൾ ആ താഴ്വരയിലെത്തി, താജ്വാസ് ഗ്ലേസിയറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ വലിയൊരു നിറച്ച് കുതിരകളെ കൊണ്ടിങ്ങനെ ഇട്ടേക്കേ. നമ്മൾ തിരിച്ചു വരാൻ ഇത് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴ്വരയിൽ ഇഷ്ടം പോലെ ഷൂട്ട് കിടന്നിട്ടുണ്ട്. ഹൈദറിൻ്റെ ഷൂട്ട് ഇവിടെയാണ്. ബജ്രംഗി ഭായ്ജാൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ഇന്ത്യ പാകിസ്ഥാനാണ് കാണിച്ചത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി ഈ ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് എന്താ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഒരു ബൂട്ട്സ് മേടിക്കണം, കാര്യം ചെളിയുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുവിനും എനിക്കും ഷെബീസിനും അപ്പോൾ ഒരു ബൂട്ട്സിന് റെൻറ്റിന് എടുക്കുന്നത് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ റെൻ്റ് എടുത്ത് നമുക്ക് ഈ എല്ലാവരും കൂടെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് കയറി പോകുന്നത്. ആ ബ്രിഡ്ജ് പൊട്ടിക്കിടക്കുക, അല്ലെങ്കിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങാമെന്ന് വെച്ചോട്ടോ. പക്ഷേ എൻ്റെ കാലിൻ്റെ ബൂട്ട്സിനകത്ത് വെള്ളം കയറി. എൻ്റെ പൊന്നോ, അയ്യോ മരിച്ചു പോയി. ഞാൻ എന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട്? അയ്യോ ഊര് നീ അയ്യോ അയ്യോ പറയാതെ ഊരാൻ പറ്റുന്നില്ല. അവിടെ ഇരിക്കുന്നേ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബൂട്ട്സിനകത്ത് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഐസിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും നമ്മൾക്ക് കുറേ ഗൈഡ്സുകളും എല്ലാവരും കൊണ്ട് നമ്മളെ ശല്യം ചെയ്യും കേട്ടോ. റീൽസ് എടുത്ത് തരാം, നിങ്ങൾക്ക് ആ റൈഡ് തരാം, ഈ റൈഡ് തരാം, മൊത്തത്തിൽ ഭയങ്കര ശല്യമാണ്. वीडियो फोटो हम खुद बनाएंगे. नहीं भैया, എല്ലാവരുടെ അടുത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ആവശ്യമില്ലാതെ ഒന്നും നിങ്ങൾ ചാടിക്കയറി എടുക്കാൻ നിൽക്കണം. നോ അങ്ങ് പറഞ്ഞേക്കുക. അങ്ങനെ നമ്മൾ സ്നോയിൽ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. 365 ദിവസം ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കുന്ന തോന്നുന്നത്. അത്രമാത്രം ഭംഗിയുള്ള സ്ഥലമാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും സോൻമാർഗിൽ വരിക. കാശ്മീർ വരുമ്പോൾ വളരെ മനോഹരമായ സ്ഥലമെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മൾ ഒരു മല പോലെ ഇങ്ങനെ ഇത് കിടക്കുകയാണ്. എൻ്റെ മുകളിലത്തെ അറ്റമൊക്കെ
ഐസ് ഇല്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ വലിഞ്ഞ് കയറി കുറേ റീൽസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. വലിഞ്ഞാണ് ഞാൻ കയറുന്നത്. തിരിച്ച് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു റൈഡ് എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ റൈഡ്. കാര്യം നമുക്കിനി ഇറങ്ങാൻ വയ്യ. കാര്യം ചറുകും. ബൂട്ട്സ് ഇട്ടാലിട്ടില്ലെങ്കിലൊക്കെ ചറുകും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ താഴേക്ക് പോയി. പിന്നാലെ ഷെബീസും കുഞ്ഞും കൂടെ വന്നു. തിരിച്ച് നമ്മൾ ഇതാ കണ്ടില്ല, ഈ നമ്മൾ വന്ന പോണി തന്നെ അവിടെ ഉണ്ടാവും. പുള്ളിക്കാരൻ്റെ നമ്പർ മേടിച്ച് വെച്ചിരുന്നാൽ മതി. അല്ലെങ്കിൽ കുറേ പോയിന്റുകളൊക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പിക്ക് ചെയ്ത് തിരിച്ച് നമ്മളെ കൊണ്ടാക്കും. അങ്ങനെ നല്ല ഒരു ദിവസമായിരുന്നു. ഇതാണ് സോൻമാർഗ് ടണലിൽ വന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നിറച്ച് പട്ടാളക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാശ്മീർ യാത്ര അവസാനിക്കുകയാണ്. ബൈ.